ഈശോ ദൈവമാണോ? ആണോ? ഈശോ താൻ ദൈവമാണെന്ന് ബൈബിളിൽ വെളിപ്പെടുത്തുന്നുണ്ടോ? ഉണ്ടോ? ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കണമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടോ? എന്താ നിനക്ക് മറുപടിയില്ലേ? ഇത്തരം ചോദ്യങ്ങളെല്ലാം നമുക്ക് നിസ്സാരമായിട്ട് തോൽപ്പിക്കാൻ പറ്റും. അതിനൊരു വഴിയേ ഉള്ളൂ, ബൈബിൾ വായിക്കുക. പ്രത്യേകിച്ച് പുതിയ നിയമം ഹൃദയം കൊണ്ട് പ്രാർത്ഥനയോടെ വായിക്കുക. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായി. ഈശോ ദൈവമാണോ? ഈശോ താൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ടോ? ഇതിന് ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? കർത്താവ് ഈശോ മിശിഹായെ എറിയാൻ യൂതന്മാർ കല്ലുകൾ എടുത്തതും ഈശോയെ കുരിശിൽ തറച്ചതുമെല്ലാം ഈശോ സ്വയം ദൈവമെന്ന് വെളിപ്പെടുത്തിയത് കൊണ്ടും ദൈവത്തെ പിതാവെന്ന് വിളിച്ചത് കൊണ്ടുമാണ്. ബൈബിളിൽ നിന്ന് തെളിവ് വേണോ? ഈശോയുടെ മാമോദീസ വേളയിലും രൂപാന്തരീകരണ വേളയിലും ഈ സത്യം നമുക്ക് മുന്നിൽ വെളിപ്പെടുന്നുണ്ട്. എങ്കിലും പറയാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല, അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരെയും കാൾ വലിയവനാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഞാനും പിതാവും ഒന്നാണ്. യഹൂദർ അവനെ എറിയാൻ വീണ്ടും കല്ലെടുത്തു. യേശു അവരോട് ചോദിച്ചു: പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങളെ കാണിച്ചു. ഇവയിൽ ഏത് പ്രവൃത്തി മൂലമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? യഹൂദർ പറഞ്ഞു: ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. കാരണം മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. ഇത് കൂടാതെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 58-ഉം 59-ഉം തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു: യേശു പറഞ്ഞു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകൾ എടുത്തു. എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി. ഇനി ഈശോ പിതാവിനൊപ്പം തന്നെ തന്നെ തുല്യനായി സംസാരിക്കുന്ന വാക്കുകൾ നിരവധിയാണ്. ഞാൻ നല്ല ഇടയനാണ്, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് ഇപ്രകാരം പറയുന്നത്. യോഹന്നാന്റെ തന്നെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 54-ഉം 55-ഉം വാക്യങ്ങളിൽ കാണാം. യേശു പറഞ്ഞു: ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയില്ല. എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. ഇനിയും വേണോ തെളിവ്? അവസാനം ശിഷ്യരെ പ്രേക്ഷിത ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ഈശോ പറഞ്ഞതെന്താ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. മത്തായി സുവിശേഷത്തിൽ 28-ാം അധ്യായം 20-ാം വാക്യമാണിത്. ഈശോ ഇവിടെ പറയുന്നത് പിതാവിൻ്റെ നാമത്തിൽ എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്നല്ല, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നാണ്. ഇവിടെ തീരുന്നില്ല. അവിടുന്ന് തുടർന്ന് പറയുന്നു: ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം, അഥവാ ഞാൻ നിങ്ങൾക്ക് നൽകിയ കൽപ്പനയെല്ലാം അനുസരിക്കാൻ നിങ്ങൾ അവരെ പഠിപ്പിക്കുവിൻ എന്ന്. ഇതിൽ കൂടുതൽ തെളിവ് നിരത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ചിന്ത കൂടി പങ്കുവെച്ച് അവസാനിപ്പിക്കാം. ത്രിത്വത്തിലേക്കാണ് ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയേക്കാം, പുതിയ നിയമത്തിലല്ലേ ഈ സത്യം നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ, പഴയ നിയമത്തിൽ ഈ സത്യത്തെപ്പറ്റി, പരിശുദ്ധ ത്രിത്വത്തെപ്പറ്റി ഒന്നും തന്നെ പറയുന്നില്ലല്ലോ. ശരിയാണ്, പഴയ നിയമത്തിൽ അങ്ങനെ നേരിട്ടൊന്നും തന്നെ പറഞ്ഞിട്ടില്ലെങ്കിലും ചില സൂചനകൾ നൽകുന്നതായി കാണാം. ദൈവം വീണ്ടും അരുളി ചെയ്തു: നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 26-ാമത്തെ തിരുവചനമാണിത്. ഇവിടെ നമുക്ക് എന്നാണ് വചനം പറയുന്നത്. അതിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്ന് വ്യക്തമാണ്. ഇതിനൊപ്പം ചേർത്ത് വെക്കാവുന്ന ഒരു പ്രധാന സംഭവം കൂടി ഉൽപ്പത്തിയിലുണ്ട്. വേദപുസ്തകത്തിൽ ഇതിൻ്റെ തലക്കെട്ട് ദൈവം സന്ദർശിക്കുന്നു എന്നാണ്. ഉൽപ്പത്തി 18-ാം അധ്യായം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: മാമ്രയുടെ ഓക്കുമരത്തോപ്പിന് സമീപം കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷനായി. വെയിൽ മൂത്ത സമയത്ത് അബ്രാഹം തൻ്റെ കൂടാരത്തിൻ്റെ വാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ട് അവൻ കൂടാരവാതിക്കൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം പറ്റെ താണ് അവരെ വണങ്ങി. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങളാണിവ. ദൈവം സന്ദർശിക്കുന്നു എന്നെഴുതിയിരിക്കുന്ന ഈ ഭാഗത്ത് പരാമർശിക്കുന്ന 3 ആളത്വങ്ങൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആദ്യ പ്രതിച്ഛായയായിട്ടാണ് സഭാപിതാക്കന്മാർ പറയുന്നത്.
ഇത് നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒന്നല്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അതിൻ്റെ 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. ഇനി അവൻ കൈ നീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. ഒരു വചനം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടുന്ന് പറഞ്ഞു, അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്കൊരു ഭാഷയും. അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കുകയില്ല. നമുക്കിറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 6-7 വാക്യങ്ങളാണിത്. ഈ വാക്യങ്ങളെല്ലാം പരിശുദ്ധ ത്രിത്വത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ സംശയങ്ങൾ അല്പമെങ്കിലും കുറഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനും തെറ്റായ വിശ്വാസം പ്രചരിപ്പിക്കാനുമായി എത്തുന്നവരെ നമുക്ക് തിരുവചനം ഉപയോഗിച്ചേ നേരിടാനാകൂ. നമുക്ക് വചനത്തെ ചേർത്ത് നിർത്താം. വചനം തന്നെയായ ഈശോയെ തള്ളിപ്പറയാതിരിക്കാം. പൗലോസ്ലിഹ ഗലാത്തിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല. എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കാനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കുവാനും ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ദൈവത്തിന് സ്തുതി.